أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. الله العظيم. അൽ-ഫുർഖാൻ 60. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ, ലിർറഹ്മാനി, പരമകാരുണ്യവാന്. ഖാലു, അവർ പറയും, അല്ലെങ്കിൽ അവർ ചോദിക്കും, വമർ റഹ്മാൻ, എന്തോന്ന് അർ-റഹ്മാൻ, എന്തു റഹ്മാൻ? അനസ്ജുദു, ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ, ലിമാ തഅ്മുറുന, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന്, വസാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, നുഫൂറ, വസാദഹും, അത് അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു, നുഫൂറ, അകൽച്ചയെ അല്ലെങ്കിൽ പിണക്കത്തെ. മുകളിൽ അർ-റഹ്മാൻ ഫസ്അൽ ബിഹി ഖബീറ എന്ന് പറഞ്ഞല്ലോ, അഥവാ അതിന്റെ മുകളിൽ പറഞ്ഞതിലേക്ക് ചേർത്താണ് അത് പറഞ്ഞത്. അഥവാ അള്ളാഹുവിൽ തവക്കുലാക്കുക, അവൻ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവയ്ക്കിടയിലുള്ളതും സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു അർ-റഹ്മാൻ, കാരുണ്യവാനാണ്. സ്വാഭാവികമായിട്ടും ആ കാരുണ്യവാൻ ശക്തനും, ഏകനും ശക്തനും കാരുണ്യവാനും. ഇതാണല്ലോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിലെ മുഖ്യ വർത്തമാനം. അങ്ങനെയുള്ള അർ-റഹ്മാന് കീഴ്പ്പെടൂ, സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവനെ ആരാധിക്കൂ. ആ ആരാധിക്കുന്നത് അവനുള്ള പരിപൂർണമായ കീഴ്വണക്കത്തിന്റെ പ്രകടനമായിട്ടാണ്. അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കും, ഖാലു വമർ റഹ്മാനു, എന്താ റഹ്മാൻ? ഖുറൈശികള് റഹ്മാൻ എന്ന അറബി വാക്ക് അവർക്കും പരിചയമാണ്. പക്ഷെ അള്ളാഹു അർ-റഹ്മാനാണ് എന്ന് അംഗീകരിക്കുമായിരുന്നില്ല. അർ-റഹ്മാൻ എന്നതിന്റെ വിവക്ഷ പരമകാരുണ്യവാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നത്. വിശ്വസിച്ചവരോടും നിഷേധിച്ചവരോടും എല്ലാം കാരുണ്യം കാണിക്കുന്നവൻ എന്നാണല്ലോ. മുശ്രിക്കുകളുടെ ദൈവസങ്കല്പത്തിൽ അതില്ല. ഭക്തവത്സലനായ ദൈവം, ഭക്തിയില്ലാത്തവനോട് വാത്സല്യം ഉണ്ടാകില്ല. ഇങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അതിന്റെ പുറമെ കാരുണ്യവാൻ എന്ന് ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നത് വേദക്കാരാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ദൈവസങ്കല്പമാണ്. ഈ ദൈവവിശ്വാസികളാണെങ്കിലും മുശ്രിക്കുകൾക്കിടയിൽ വലിയ വേർതിരിവുകൾ ഉണ്ടാകും. മദീനക്കാർ അഥവാ യസ്രിബുകാരായ ആളുകൾ ഹജ്ജിന് വന്നാൽ സഫയിലും മറുവയിലും കയറുമായിരുന്നില്ല. കാരണം അവിടെ ഇരിക്കുന്നത് ഖുറൈശികളുടെ ദൈവമാണ്, അവിടെ ഞങ്ങൾക്ക് കാര്യമില്ല എന്ന നിലപാടുകാരായിരുന്നല്ലോ അവർ. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ബഖറയിൽ ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ എന്ന് പ്രത്യേകം പറഞ്ഞത്. കാരണം അതിൽ സംശയമുണ്ടായിരുന്നു മദീനക്കാരായ മോമിനുകൾക്ക് തന്നെ. മുനാഫിക്കുകളും ജൂതന്മാരും ആക്ഷേപിച്ചിരുന്നു, ഇത് മുഹമ്മദ് ഖുറൈശികളുടെ ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പണിയാണ് എന്ന് ആക്ഷേപിക്കുന്നുമുണ്ടായിരുന്നു. എന്നതുപോലെ അർ-റഹ്മാൻ എന്നത് അറബ് മുശ്രിക്കുകളുടെ ദൈവസങ്കല്പവുമായി ചേരുന്നതായിരുന്നില്ല. എന്നല്ല, ദൈവകാരുണ്യത്തെക്കുറിച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരുടേതിലേക്ക് നമ്മളെ ചേർക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അടയാളങ്ങൾ അതിൻ്റെത് കാണാൻ കഴിയും നമുക്ക്. ഉദാഹരണമായി ഹുദൈബിയ സന്ധി എഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് ആ അർ-റഹ്മാൻ അർ-റഹീം എന്നത് അവര് സമ്മതിക്കാൻ തയ്യാറായില്ല. ബിസ്മില്ല എന്ന് മാത്രം, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാനാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞത്, എന്താണ് റഹ്മാൻ? ഞങ്ങൾക്ക് യമാമയിലെ റഹ്മാനെ മാത്രമേ അറിയുകയുള്ളൂ. യമാമയിലെ മുസൈലിമത്തുൽ കസാബ് എന്ന് പിന്നീട്
കുപ്രസിദ്ധനായ അയാള് റഹ്മാൻ എന്നാണ് സ്വയം വിളിച്ചിരുന്നത്. അയാളെ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ എന്നൊക്കെയുള്ള നിലപാടായിരുന്നു മുശ്രിക്കുകൾ വെച്ച് വാദിച്ചത് അവിടെ വെച്ച്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അർ-റഹ്മാനിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ അവര് വൈരുദ്ധ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരിക്കൽ പറയും അള്ളാഹുവിനെ ആരാധിക്കണമെന്ന്, വേറൊരിക്കൽ പറയും അർ-റഹ്മാന് സുജൂദ് ചെയ്യണമെന്ന് എന്നൊക്കെ പറയും. അപ്പോ അള്ളാഹുവിന്റെ റഹ്മാൻ അയ്യമ്മ തദഊന ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചാലും അർ-റഹ്മാൻ എന്ന് വിളിച്ചാലും അതൊക്കെ ഏത് വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ, എല്ലാ നല്ല നാമങ്ങളും അള്ളാഹുവിനുള്ളതാണ് എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വൈരുദ്ധ്യാരോപണം നിലനിൽക്കുന്നതല്ല. ഇങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹു സർവവ്യാപിയാണ് എന്ന് അദ്വൈതക്കാരിൽ ഒരു സങ്കല്പമുണ്ടല്ലോ. അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് എല്ലായിടത്തും ഉള്ളത്. സൂറത്തുൽ ഫുസ്സിലത്ത് റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മത്തൻ വ ഇൽമ, റബ്ബേ നീ അറിവിനാലും കാരുണ്യത്താലും എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്ന വണ്ണം വിശാലനല്ലോ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലനല്ലോ എന്ന് പറയുന്നുണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നിദർശനങ്ങളാണ് മനുഷ്യന്റെ സ്വന്തം ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. വേറെ ആരുടേതുമില്ല, അള്ളാഹുവിന്റെ മാത്രമാണ്. വേറെ ഒരു ദൈവത്തിന്റെയും ഇടപെടലോ സ്വാധീനമോ ഉള്ള ഒരു ഇഞ്ച് സ്ഥലം പോലും ഈ പ്രപഞ്ചത്തിൽ കാണുക സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് കീഴ്പ്പെടൂ എന്ന് ചോദിക്കുമ്പോൾ പുച്ഛത്തോടുകൂടി ഇവർ ചോദിക്കുകയാണ് വമർ റഹ്മാൻ, അർ-റഹ്മാൻ എന്താണെന്ന് അറിയാഞ്ഞിട്ടല്ല, എന്ത് റഹ്മാൻ, നമ്മൾ ഈ പറയലില്ലേ എന്തോന്ന് റഹ്മാൻ എന്നൊക്കെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചോദ്യമാണ്. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനോട് വമാ റബ്ബുൽ ആലമീൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചോദ്യമാണ്, അറിയാഞ്ഞിട്ടുള്ള ചോദ്യമല്ല, ഒരു പുച്ഛത്തോടു കൂടിയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് അവരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ്. അനസ്ജുദു ലിമാ തഅ്മുറുന, നീ കൽപ്പിക്കുന്നതിനൊക്കെ ഞങ്ങളങ്ങ് സുജൂദ് ചെയ്യുകയാണോ? അഥവാ ഞങ്ങളുടെ ദൈവങ്ങൾ, ഈ മുശ്രിക്കുകൾക്ക് അവരുടെ ദൈവങ്ങളെ വേറെ ആരും പൂജിക്കാനും പാടില്ല, വേറെ ആരുടെയും ദൈവങ്ങൾ അവരോട്ട് പൂജിക്കുകയുമില്ല. കാരണം അതൊക്കെ ജാതി, വർഗം, വർണ്ണം, ഗോത്രം, ദേശം ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് അതിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്നതാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ശിവനെ ആരാധിക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അവസാനം ഗുരുവിന് വിശദീകരിക്കേണ്ടി വന്നു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന്. അഥവാ ഇത് നിങ്ങളുടെ ശിവനല്ല, ഞങ്ങളുടെ താനാജാതിയിൽപ്പെട്ട വേറൊരു ശിവനാണ് എന്ന് വിശദീകരിച്ചിട്ടാണ് ആ വിവാദം ഒതുങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ അതുപോലെ ക്ഷേത്രത്തിൽ, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മറ്റുള്ളവർ കയറേണ്ടതില്ല, ഞങ്ങളുടെ ദൈവത്തിന് വേറെ ആരെയും ആരാധിക്കേണ്ടതില്ല. മുസ്ലിങ്ങളോട് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവൻ ഞാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാകുകയാണ് ചെയ്യുക. അതേ സമയത്ത് നേരെ തിരിച്ചാണ് ബാക്കിയുള്ളവരുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാരമ്പര്യത്തിനും ഞങ്ങളുടെ നാടിനും ചേരാത്ത ഒരു ദൈവത്തെ നീ കൽപ്പിച്ചത് കൊണ്ട് ഞങ്ങളങ്ങ് സുജൂദ് ചെയ്യുകയാണോ എന്ന് പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അനസ്ജുദു ലിമാ തഅ്മുറുന വസാദഹും നുഫൂറ. ആ അർ-റഹ്മാന് സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അവർക്ക് പിണക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒരു കോമൺ ഫോർമുലയായിട്ട് അംഗീകരിക്കുകയല്ല ചെയ്തത്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നത്, അള്ളാഹിന്റെ അടിമപ്പെട്ട് ജീവിക്കുവാൻ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല അസ്പദം മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് അവൻ ഏതെങ്കിലും ഒരു ദേശത്തിന്റെയോ ഭാഷയുടെയോ കാലത്തിന്റെയോ ഒന്നും പരിമിതി ഉള്ളവനല്ല. അഥവാ ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥന് അടിമപ്പെടുകയും അവനെ യജമാനനായി സ്വീകരിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കുകയും എന്നർത്ഥം. അതാർക്കും സ്വീകാര്യമാകുന്ന ഒരു ന്യായമാണ്. വംശവർഗ
വൈജാത്യങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും അവനെ തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ്, എല്ലാവരും അവന്റെ കാരുണ്യത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവനായ റബ്ബിന് കീഴ്പ്പെടുക എന്നതാണ്. അത് പക്ഷേ അവർക്ക് സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, ഇത് രണ്ട് പറയുമ്പോൾ സൃഷ്ടിച്ച നാഥന് അടിമപ്പെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോഴും കാരുണ്യവാന് വിധേയനാകുക, കാരുണ്യവാന്റെ മുമ്പിൽ തലകുനിക്കുക എന്ന് പറയുമ്പോഴും അത് അവരെ അകറ്റുകയാണ്, പിന്നെ അവർക്ക് വെറുപ്പ് തോന്നുകയാണ് ചെയ്യുന്നത് എന്ന് നിഷേധികളുടെ വിഡ്ഢിത്തത്തിന്റെ അടയാളം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മുഅ്മിനുകൾ അങ്ങനെയല്ല, ഞങ്ങൾ അത് ചെയ്യുന്നവരാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടുത്തെ സുജൂദിന്റെ ഉദ്ദേശം. തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണിത്. സുജൂദ് ചെയ്യുന്നത് ഞങ്ങൾ മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ നിഷേധികളുടെ നിലപാടുള്ളവരല്ല. വൈദാ ഖീല ലഹും എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ കാഫിറുകളുടെ ആണല്ലോ. നേരത്തെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരോടാണല്ലോ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എന്നൊക്കെ പറയാൻ പറഞ്ഞത്. അതിലേക്ക് ചേർത്താണ്. അങ്ങനെ അവരോട് പറഞ്ഞാൽ അവര് സുജൂദ് ചെയ്യുകയല്ല ചെയ്യുക, എന്തോന്ന് അർ-റഹ്മാൻ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അതേസമയത്ത് വിശ്വാസികൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ സുജൂദ് ചെയ്യുകയാണ് ചെയ്യുക. അതിന്റെ അടയാളമാണ് സുജൂദിലൂടെ ഇവിടെ പ്രകടിപ്പിക്കുന്ന തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുന്ന വിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.